SSLC റിസൾട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പ്രതീക്ഷിച്ച മാർക്കൊക്കെ കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളോടാണ്. കൺഗ്രാറ്റ്സ്, നിങ്ങൾ നല്ല എഫേർട്ട് ഇടാണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടൂല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ ഒരു സക്സസ് ഇതിന് മീനിങ് ഫുള്ള് ആവുന്നത് നിങ്ങൾ തുടർന്നും ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടുമ്പോൾ മാത്രമാണ്. നിങ്ങളിപ്പോൾ 10 ഫുൾ A+ വാങ്ങി എന്നിട്ട് +1 പോയി 2 വിഷയത്തിൽ തോൽക്കുക എന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ മാർക്ക് അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുമ്പോഴാണ് സക്സസിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. അതൊരു കണ്ടിന്യൂവേഷനാണ്, അല്ലാണ്ട് സക്സസിന് ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വിജയത്തിന് തുടർച്ച ഉണ്ടാവട്ടെ. രണ്ടാമത് പറയാനുള്ളത്, പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്നവരോടാണ്. ഈ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല. +1 അഡ്മിഷനുള്ളൊരു ക്രൈറ്റീരിയ മാത്രമാണ് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് എന്നുള്ളത് നിങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കും. തിരുത്താൻ സമയമുണ്ട്. ഇനിയുള്ള എക്സാമുകളും ഒക്കെ നന്നായി പെർഫോം ചെയ്യും. അടുത്തത് ഇനി SSLC എഴുതാൻ പോണ ആളുകളോട്, ഇതിന് വലിയ വിലയൊന്നും ഇല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കണ്ട. നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജിലും നമ്മൾ മാക്സിമം ഔട്ട്പുട്ട്, ഏറ്റവും നല്ല ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു മൊമെൻറ്റിൽ മാത്രമല്ല, അത് അടുത്ത ഒരു സ്റ്റേജിലോട്ട് നമ്മൾ പോകുമ്പോഴും അപ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു കോൺഫിഡൻസും ഒരു അപ്പം കൂടുന്ന ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ ഉണ്ട്. അത് നമ്മളിൽ വല്ലാണ്ട് വർക്ക് ചെയ്യും അടുത്തൊരു സ്റ്റേജിൽ, അടുത്തൊരു ലെവലിൽ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്.